മൌലികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം നാം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പാർട്ടിയുടെ സംഘടനാപരമായി എല്ലാ ബൂത്തിലും NDA കമ്മിറ്റികൾ രൂപീകരിക്കും. ആളെ പൈസ ഏൽപ്പിക്കുന്നത് जय जय बीजेपी, जय बोलो भारत माता के जय, जय बोलो भारत माता के जय. जय जय भारत माता, जय जय भारत माता, जय जय भारत माता, जय जय भारत माता, जय जय बीजेपी, जय जय बीजेपी, जय जय बीजेपी, जय जय बीजेपी, जय जय भारत माता, जय जय भारत माता, जय जय भारत माता, जय जय. പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഓരോ ജില്ലയിൽ പരിപാടി നടത്തി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഔപചാരികമായ തുടക്കം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എല്ലാ നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലും ചുവരെഴുത്തുകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ എല്ലാ ബൂത്തിലും പാർട്ടി പ്രവർത്തകന്മാർ വിപുലമായ ചുവരെഴുത്ത് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും. 2 മുന്നണികളെക്കാളും മുമ്പിൽ പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം പാർട്ടിയുടെ സംഘടനാപരമായ തയ്യാറെടുപ്പുകളും മുന്നണിയുടെ തയ്യാറെടുപ്പുകളും നടക്കുകയാണ്. ഈ പ്രാവശ്യം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു വികസിത കേരളം സാക്ഷാത്കരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി വലിയ പിന്തുണയാണ് എല്ലാ വിഭാഗം ആളുകളുടെയും ഭാഗത്തുണ്ടാകുന്നത്. ധാരാളം പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ്. ധാരാളം പുതിയ പാർട്ടികൾ NDA ഘടകകക്ഷികളാവുകയാണ്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടും വിജയപ്രതീക്ഷയോടും കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. അതിന്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രചരണം വേഗത്തിൽ തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെ ഉണ്ടാവും. ഏതായാലും കേരളത്തിലെ മറ്റ് 2 മുന്നണികളെക്കാളും മുമ്പേ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും.